ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് കേട്ടോ. അതും പേര് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേരാണ്, മൊഹബത്ത് കാ ഷർബത്ത്. അപ്പോൾ ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഈ ഒരു സമയത്ത് പലതരത്തിലുള്ള റിഫ്രഷിംഗ് ഡ്രിങ്ക്സ് ഒക്കെ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ ഞാൻ 4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല ചിൽഡ് ആയിട്ടുള്ള മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത്രയും വേണ്ട, ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ അത്രയും എടുക്കണ്ട കേട്ടോ, അതിൻ്റെ പകുതി എടുത്താലും മതി. പിന്നെ നമ്മൾ ഇവിടേക്ക് ഇട്ട് കൊടുക്കുന്നത് ഷുഗർ ഇടുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ ആണ് ഷുഗർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷുഗർ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് റോസ് സിറപ്പാണ്. അപ്പം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സ്ട്രോബെറി സിറപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ കിട്ടും. ഒരു റോസ് ഫ്ലേവർ ആണ് അതിനുള്ളത്. അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലാതെ റോസ് സിറപ്പ് എന്ന് പറഞ്ഞ് തന്നെ, അതായത് സ്ട്രോബെറി ഫ്ലേവറോ അല്ലെങ്കിൽ സ്ട്രോബെറി സിറപ്പൊന്നും അല്ലാതെ വേറെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിപ്പം ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം അത് ഒഴിച്ചു കൊടുക്കാം. അപ്പം അതും ഒരു 4 ടേബിൾ സ്പൂൺസ് ആണ് ഇവിടെ ഇടുന്നത്. നമ്മൾ 4 കപ്പ് പാൽ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 4 ടേബിൾ സ്പൂൺ റോസ് സിറപ്പും ഒക്കെ ഇടുന്നത്. ഇതിനനുസരിച്ച് നമ്മളിപ്പോൾ പാലിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറയ്ക്കുവാണെങ്കിൽ അതിനനുസരിച്ച് ബാക്കി സാധനങ്ങളുടെയും അളവ് കുറയ്ക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി നല്ലതുപോലെ ഇതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വാട്ടർ മെലൻ്റെ പീസസ് ആണ്. ഇത് നല്ലതുപോലെ കട്ട് ചെയ്തെടുത്ത് അതിനകത്ത് കുരു ഒന്നും ഇല്ലാത്ത രീതിയിൽ മാറ്റിയിട്ട് കുഞ്ഞു 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 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള വാട്ടർ മെലൺ ആണ്. അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നത് ചിൽഡ് മിൽക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അഡീഷണൽ ഐസ് ആഡ് ചെയ്യണം എന്നില്ല. അതേസമയം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഒരുപാട് ഐസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കില്ല കേട്ടോ. നമ്മൾ ഐസ് ആഡ് ചെയ്തതിന് ശേഷം കുറേ നേരം ഈ ഡ്രിങ്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അങ്ങ് കൂടും. അപ്പം നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്ത ആ ഒരു സിറപ്പും അതേപോലെ തന്നെ പഞ്ചസാരയുടെയും ഒക്കെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറഞ്ഞു പോകുന്നത് പോലെ തോന്നും. ഈ ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് എടുക്കുമ്പോഴത്തേക്കിനും നമുക്കിങ്ങനെ ആ ജ്യൂസ് പോലെ നമ്മൾ ആ ഒരു റോസ് മിൽക്ക് ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് ഈ വാട്ടർ മെലൻ്റെ ചെറിയ ചെറിയ പീസസ് ഇങ്ങനെ ക്രഞ്ചി ആയിട്ട് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എല്ലാവരും പലതരത്തിലുള്ള ഡ്രിങ്ക്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്നൊരു സമയമാണല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.